എങ്ങനെ ഈ കാലുവേദന പോയി? ഞാൻ പറഞ്ഞു ഞാനൊരു ഓയിൽ തരാം, ആ ഓയിൽ പുരട്ടി നോക്കാൻ പറഞ്ഞു. അപ്പം മണിയോളം പറഞ്ഞു ഏതായാലും എലിച്ചുപാട് ഇത് ഉപയോഗിച്ചില്ലേ, അതുകൊണ്ടൊരു മെമ്പർഷിപ്പ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അൾസർ ബാധിച്ച് 750 രൂപയുടെ മരുന്ന് ഒരു ദിവസം കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. 750 രൂപ എന്ന് പറയുമ്പോൾ 10-20,000 രൂപയോളം എനിക്ക് എങ്ങനെ പോയാലും ഒരു ആകും, അതിൻ്റെ മരുന്നും സാധനങ്ങളെല്ലാം കൂടെ. അപ്പം ഞാൻ ഒടുവിലോട് ചിലപ്പോൾ ഞാൻ വിചാരിച്ചു ആ മരിച്ചെങ്കിൽ പോട്ടെ, ഞാൻ മരുന്ന് കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ മണിയമാട്ടം എന്നത് ഒരു തേയിലയും കൂടെ തരാൻ പറഞ്ഞു. അങ്ങനെ ഒരു തേയിലയും കൂടെ കഴിച്ച് കഴിഞ്ഞപ്പം എനിക്ക് ആ വയറിനകത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം അങ്ങ് മാറി. അപ്പം 40,000 രൂപ കൊടുത്ത് കല്ല് പൊടിച്ച ഒരാളാണ് ഞാൻ. ഒരു മോളിമാട് ഇവിടെ വന്നിട്ട് പറഞ്ഞു എൻ്റെ ഒരു കല്ല് പോയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ പിന്നെ രണ്ടാമത് എനിക്ക് വേദന വന്ന് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ചെറിയ കല്ലുകൾ ഒരു 10-12 എണ്ണം ഉണ്ട്, അതുകൂടെ നമുക്ക് എങ്ങനെ ഇങ്ങനെ കളയാം. അപ്പം ഞാൻ പറഞ്ഞു സാറേ ഞാനൊരു സാധനം ഉപയോഗിച്ച് നോക്കട്ടെ, കൊള്ളാമെന്നുണ്ടെങ്കിൽ മാത്രം, കൊള്ളത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കുപ്പി തേയിലവെള്ളം കുടിച്ചപ്പോഴത്തേന് എനിക്ക് ഇന്ന് വരെ പിന്നെ ഞാൻ നവംബർ 25-ാം തീയതി വന്നു. ആ ഒരു കുപ്പി തേയിലവെള്ളത്തോട് കൂടി എൻ്റെ കല്ല് മുഴുവനായിട്ട് പോയി ഞാൻ വിശ്വസിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ സ്പൈറലാന്ന് പറയുന്ന ഗുളിക കഴിക്കണമോ വേണ്ടായോ ഇത് എന്നിങ്ങനെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതൊരു കുപ്പി നിന്ന് ഒരാൾ മരിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നാ കഴിച്ചേക്കാന്ന് പറഞ്ഞു. ഞാൻ 2 കഴിച്ചു. ഞാനുള്ള കാര്യം പറയും, എനിക്ക് ഭയങ്കരമായ ഊർജിതമാണ്. എനിക്ക് 57 വയസ്സുണ്ട്. ഞാൻ രാവിലെ വീട്ടിലെ ജോലി മൊത്തം ചെയ്തിട്ട് പഞ്ചായത്ത് ഇപ്പോൾ എടുത്ത ജോലികൾ മുഴുവൻ ചെയ്തിട്ട് തിരിച്ച് വന്ന് വീട്ടിൽ പിന്നെയും സംരംഭങ്ങളുണ്ട് എനിക്ക്. എല്ലാം വറുത്തും ഒക്കെ കൊടുക്കുന്ന ആളാണ് ഞാൻ. 1 മിനിറ്റ് പോലും ചുമ്മാതിരിക്കത്തില്ല. പിന്നെ എൻ്റെ മോനാണെങ്കിൽ കണ്ണിൻ്റെ ഈ താഴെ ഒരുപാട് പാടാണ്, മണിയോളം സോപ്പ് മേടിച്ച് തേക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ സോപ്പ് മേടിച്ച് തേച്ച് അത് കണ്ടുകൊണ്ട് 25 പേരെങ്കിലും ഇപ്പം എൻ്റെ ഇന്ന് പഞ്ചായത്തിൽ തന്നെ സോപ്പ് മേടിച്ചു. എനിക്ക് ദിവസം ഞാൻ എങ്ങനെ പോയാലും ഒരു 10,000 രൂപയുടെ സാധനം പറഞ്ഞു. ഞാനിങ്ങനെ നിന്നത് പൈസ ഇല്ല വിഷമിച്ചിരിക്കുമ്പോൾ ഒരാളെന്നോട് അത് പറഞ്ഞു ഒരു തേയില താന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു തേയില കൊടുത്തപ്പം ആ ആളത് കഴിച്ചിട്ട് പറഞ്ഞ് ഏതായാലും വേദന പോയെന്നില്ല പറഞ്ഞു, ഒരു മസാല ഓയിലൂടെ കൊടുക്കാൻ പറഞ്ഞു. അത് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തുള്ള ഒരാൾ പറഞ്ഞു എനിക്ക് ഷുഗറാണ് 530 പറഞ്ഞു. 32 വയസ്സുള്ള കൊച്ചി. ഞാൻ പറഞ്ഞു ഇയാൾ ഇത് ഒരു ജിലോയിൽ നിന്ന് സാധനമുണ്ട്, ഞാൻ മണിയമ്മത്തെ വിളിച്ച് രാത്രി തന്നെ പറഞ്ഞ് എനിക്ക് കൊണ്ടു തന്നു. ആ ആളിപ്പം കഴിച്ച് 530 ഉണ്ടായിരുന്ന ഷുഗർ ഇന്നലെ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു 300 ഉള്ളതെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരു കുടിയും കൂടെ കൊടുക്കാൻ പറഞ്ഞു. പിന്നെ എൻ്റെ ഈ ഒരു കൈ ഫുള്ളായിട്ട് ചായ വേറൊരാളിങ്ങോട്ട് ചായ ഒഴിച്ചപ്പോൾ ആ ചായ ഫുള്ള് എൻ്റെ കയ്യിലോട്ടങ്ങ് വീണ്. ഇത്രയും ഭാഗം ഒന്ന് ഉള്ളി അപ്പം അങ്ങ് ചുമന്ന് കിടക്കും. അപ്പം ഞാനെന്ത് ഓടിച്ചത്, അപ്പം ഞാൻ പഞ്ചായത്തിലാണെങ്കിൽ പേസ്റ്റും എല്ലാ സാധനവും കൊണ്ടുവച്ചിട്ടുണ്ട് അലമാരിയിൽ. ഞാൻ ഓടിച്ചെന്ന് ചെറിയ 120 രൂപയുടെ പേസ്റ്റ് ഉണ്ട്, അതെടുത്ത് മൊത്തം അങ്ങ് വാരി തേച്ച്. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു ആശുപത്രി കൊണ്ടുവന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കും നോക്കട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴത്തേനും ഒന്നുമില്ല, ചോപ്പുണ്ടായിരുന്നു. അപ്പം നല്ല പാട് പോലും ഇല്ല എൻ്റെ കയ്യിൽ. അപ്പം ഇന്നലെ ഒരാളെടുത്ത് ഞാൻ പറഞ്ഞു ഇന്നലെ ഒരാൾ പഞ്ചായത്തിൽ ചൂടുവെള്ളം അവർ തന്നെ കൊണ്ടുവന്നിട്ട് അവർ തന്നെ ഈ ചൂടുവെള്ളം എടുത്തങ്ങ് വായിലൊഴിച്ചപ്പോൾ നല്ല ചൂടുള്ള വെള്ളം. ചേച്ചി എനിക്ക് എന്തെങ്കിലും ഒന്ന് എൻ്റെ പൊള്ളിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ വിശ്വാസമുണ്ട്, ഈ പേസ്റ്റ് അങ്ങോട്ട് തൂക്കാൻ പറഞ്ഞിട്ട് അങ്ങ് കൊടുത്തു. വായിക്കകത്ത് മൊത്തം തേക്കണമെന്ന് പറഞ്ഞു. എന്നാലും ചോദിച്ചു തേച്ചിട്ട് വൈറ്റ്. ഞാൻ പറഞ്ഞു വൈറ്റിൽ പോയാൽ ചിലപ്പോൾ കക്കൂസിൽ പോകുന്നേ ഉള്ളൂ, ഇയാൾ ഒന്നും പേടിക്കണ്ട തേച്ചോളാൻ പറഞ്ഞു. ഇന്നിപ്പോൾ ഞാൻ രാവിലെ അവിടെ പഞ്ചായത്തിൽ പോയിട്ട് വന്നപ്പോൾ ആ കൊച്ചെന്നോട് പറഞ്ഞു ചേച്ചി എന്തായാലും കൂടുന്നൊന്നുമില്ല, എനിക്ക് ഇച്ചിരി കഞ്ഞിയൊക്കെ കുടിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. അപ്പം ഞാനിതിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ പറഞ്ഞ ഒരുപാട് അനുഭവങ്ങളാണ്. എൻ്റെ കൊച്ചുമോള് എന്ത് കഴിച്ചാലും 4 വയസ്സേ ഉള്ളൂ, എന്ത് കഴിച്ചാലും എൻ്റെ കൊച്ചുമോൾക്ക് ഭയങ്കര വായുവാണ്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നത് കേട്ടോണ്ട് ഇവിടെ എൻ്റെ അടുത്ത് ഞാൻ തിരിഞ്ഞു വരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മച്ചയുടെ ആ കൂടെ വരുന്ന ആ ആൻറ്റി ഒന്ന് വിളിക്കാൻ പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഫോണിങ്ങോട്ട് ഇതാ. അപ്പം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഈ എന്ത് ആൻറ്റി കുടിക്കുന്ന കാമ്പൂച്ചിയോ അങ്ങനെ കണ്ടൊന്നും കൊണ്ട് തരാൻ പറഞ്ഞു. അപ്പം ഞാൻ അതേ ഒരെണ്ണം മണിയമ്മ വേണം എന്നാലും തന്നെ ഞാൻ കൊണ്ടു തന്നു. ഇതെന്നോട് പറഞ്ഞു ഞാൻ ഫുള്ളായിട്ട് അത് കുടിച്ചു പറഞ്ഞു. അപ്പം ഞങ്ങളുടെ മോൻ പറഞ്ഞു ഒരു കാര്യം കൊച്ചുങ്ങൾക്ക് ഇതൊക്കെ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞാൽ എന്തായാലും ഇത് ഞാൻ ഉപയോഗിച്ച് എനിക്ക് കുഴപ്പമില്ല പറഞ്ഞാൽ അത് മുഴുവൻ അവളങ്ങ് കുടിച്ചു കഴിഞ്ഞപ്പം ഗൾഫിൽ പോയി നിങ്ങളോട് പറയാം ഒരു പട്ടി നിറച്ച് അവൾ ഇവിടുന്ന് എൻ്റെ സാധനങ്ങൾ മുഴുവൻ കൊണ്ടുപോയിരിക്കുന്നത്. കാര്യം സോപ്പ്, അമ്മയ്ക്ക് സോപ്പ് വേണം, അമ്മയ്ക്ക് നടുവിന് വേദന വരുന്നതിന് ഓയില് തേയില ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൂടെ അവൾ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഒരാൾ പോയപ്പോൾ എന്നോട് പറഞ്ഞു അമ്മച്ചി 2 കമ്പൂച്ച ഞാനൊരു കുപ്പി തുണിക്കകത്ത് പൊതിഞ്ഞ് 2 എണ്ണം കൊടുത്തു വിട്ടു. അത് കുടിച്ചതിന് സന്തോഷത്തിൽ വിളിച്ച് പറഞ്ഞു അമ്മച്ചി അടിപൊളി സാധനമോ, എനിക്കത് കിട്ടിയപ്പോൾ ഒരു സന്തോഷമായിരുന്നു. 5 വയസ്സ് ഇപ്പോൾ ഒരു ഗൾഫിന് പോയി. അപ്പം ഇങ്ങനെ ഞാൻ ഒരുപാട് സാധനങ്ങൾ. അപ്പം എൻ്റെ മോൾ എന്നോട് എപ്പോഴും പറയും പിന്നെ തലേ മുഴുവൻ താരന. പിന്നെ മമ്മയുടെ ഇപ്പോൾ പ്രോഡക്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിൽക്കുക പെരട്ടി നോക്കും. പോയില്ലെന്നുണ്ടെങ്കിൽ നീ പറയണ്ട, പോയെങ്കിൽ ഞാൻ എന്നോട് പറയാൻ പറയും. ആ കൊച്ചിങ്ങനെ തൊടുന്ന ഞങ്ങൾ പറക്കുമായിരുന്നു താരൻ. അപ്പോൾ ആ താരൻ എല്ലാം പോയി എൻ്റെ കൊച്ചുമോൾക്ക് നല്ലതായിട്ട് മുടി കളിക്കാൻ തുടങ്ങി. നമുക്കത് വലിയ സന്തോഷമായി. അപ്പം ഞാനിതിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പം ഞാനിത് ഇങ്ങനെ അനുഭവിച്ച പല കാര്യങ്ങൾ പറഞ്ഞ് കേട്ടിട്ടാണ്
അപ്പോൾ പഞ്ചായത്തിലുള്ള ഒരു 25 പേര് എൻ്റെ കസ്റ്റമറായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഒത്തിരി വീടുകൾ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ 3000-5000 ഒക്കെ വെച്ച് ചെയ്തിട്ട് ആ സാധനങ്ങളെല്ലാം ഞാൻ നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഒരു കൊച്ചിൻ്റെ മുഖത്ത് ഇങ്ങനെ ഭയങ്കര പാടാണ്. ആ കൊച്ചു പറഞ്ഞിട്ട് ഇപ്പം സോപ്പ് മേടിച്ചിട്ട് പോയിട്ട് ഒരു 3-4 സോപ്പ് ഇപ്പം മേടിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ കൊടുത്ത് നമ്മൾ ഈ സാധനം അതുപോലെ ഒരാൾ എന്നോട് പറഞ്ഞു എനിക്ക് ഇതുപോലെ അൾസറിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ഒരിടത്ത് കൊണ്ടുപോയി DX എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു അതെവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തായാലും ഞങ്ങളുടെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞു. ആ ഡോക്ടർ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് ഞാൻ വിളിപ്പിച്ചിട്ട് അവർക്ക് തേയില വെള്ളം കൊടുത്തു. അതായത് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഭർത്താവല്ല പുള്ളിക്കാരൻ ഇപ്പം 4 ലക്ഷം വെച്ചു വയറിൻ്റെ പ്രശ്നങ്ങളും എല്ലാം കുറഞ്ഞിട്ട് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ഇത് നല്ല സാധനം. അപ്പോൾ ഇതെങ്ങനായി നീരെല്ലാം കുറഞ്ഞ ഒരാൾ ചോദിച്ചു. ഇപ്പം ഇങ്ങനെ തേയില വെള്ളം കഴിച്ചാന്ന് പറഞ്ഞ ആൾക്കാർ ഒരുപാട് പേര് ഇറങ്ങി ഇപ്പം നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഞാൻ കൊടുക്കുന്നത് ഞാൻ ഉള്ള സമയം ചിലപ്പോൾ അരമണിക്കൂറൊക്കെ മണിയമ്മത്തേയും വിളിച്ചോണ്ട് ഞങ്ങളിവിടെ പോകത്തുള്ളൂ. പക്ഷേ ഞങ്ങളിങ്ങനെ 2 വീട്ടിൽ കയറിയപ്പോൾ അവർ ഞങ്ങൾ പറഞ്ഞു എനിക്ക് ഞങ്ങൾക്ക് ഈ സാധനം ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ വിഷമിച്ച് ഞങ്ങൾ വേറെ 3ാമത്തെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഞങ്ങളുടെ 4000 രൂപയുടെ സാധനം അവരെടുത്തു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു ഞാൻ ഈ സൗവർണിക മുഴുവൻ നടക്കുമായിരുന്നു ഒരു ഉപ്പിന് വേണ്ടിയിട്ട്. ഈ ഒരു ഉപ്പിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് അലഞ്ഞ് നടന്ന് കിട്ടിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഞങ്ങളുടെ ഇഷ്ടംപോലെ സാധനങ്ങളെടുത്ത് വേറെ ഉപയോഗിച്ച ഒരാളെങ്കിൽ ഗുളികയെല്ലാം ഇന്ന് കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുക. ഞാൻ അറിഞ്ഞിടത്തോളം പറയുവാണ് നമുക്ക് സമയമുണ്ട്. എനിക്ക് സമയം തീരെ ഇല്ലാത്ത ആളെ സമയം ഉണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിച്ചാൽ ഏറ്റവും നല്ല സാധനം. ഇത് മേടിച്ച കാര്യം നമ്മുടെ കയ്യിൽ വേണ്ടാന്ന് പറഞ്ഞ് പോകത്തില്ല. ഒരു പ്രാവശ്യത്തിൽ ഉപയോഗിച്ചവർ ഇത് പിന്നെയും ഉപയോഗിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്.